JSK എന്ന സിനിമയും സെൻസർ ബോർഡും തമ്മിലുള്ള ഇഷ്യൂ ആക്ച്വലി വളരെ നന്നായി. കാരണം അതിന്റെ ഒരു റിസൾട്ട് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോയിൽ ആളുടെ ഒക്യുപ്പൻസിയിൽ കാണാനുണ്ട്. പക്ഷേ ഈ സിനിമ എന്നെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കോർട്ട് റൂം ഡ്രാമ എന്നുള്ള നിലയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒട്ടും എഫക്റ്റീവ് അല്ലാത്ത ഒരു ഡ്രാമയാണ് ഇതിനകത്ത് വരുന്നത്. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഈ സിനിമ ഒരു ഹൂ ഡൺ ഇറ്റ് ത്രില്ലറായിട്ട് നമുക്ക് കാണാം. ആരാണ് എന്നുള്ളൊരു ചോദ്യം അവസാനം വരെയുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ പോലും ഈ സിനിമ എഫക്റ്റീവ് അല്ല. പിന്നെ സോഷ്യോ പൊളിറ്റിക്കലി ഒരു സബ്ജക്റ്റിൽ കഥ പറയുന്ന ഒരു സിനിമ ആ രീതിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഫിറ്റ് അല്ല. അപ്പം അങ്ങനെയുള്ളൊരു സിനിമയാണ്. കുറച്ച് ഫയർ ബ്രാൻഡ് ഡയലോഗ്സും സീനുകളൊക്കെ ആയിട്ട് സുരേഷ് ഗോപിയുടെ പെർഫോമൻസ് ഉണ്ട്, പക്ഷേ അത്ര എഫക്റ്റീവായിട്ട് എനിക്ക് തോന്നിയില്ല. പിന്നെ ഈ ജാനകി എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ, ആ ക്യാരക്ടർ അർഹിക്കുന്ന ഒരു ഡെപ്തോ ക്യാരക്ടർ എക്സ്പോസിഷനോ ക്യാരക്ടർ ആർക്കോ തുടങ്ങി ഒന്നും ഇവരുടെ റൈറ്റിങ്ങിലില്ല. അതുകൊണ്ട് തന്നെ കിട്ടിയ റോള് പരമാവധി ഡീസൻ്റ് ആയിട്ട് അനുപമ ചെയ്തു പോയിട്ടുണ്ട്. പിന്നെ അസ്കർ അലി ഉണ്ട്. അസ്കർ അലി കുറേ കാലങ്ങൾക്ക് ശേഷമാണ് വരുന്നത്. പുള്ളിക്കാരന് പറ്റുന്ന രീതിയിൽ പടം ചെയ്തു പോയിട്ടുണ്ട്. പിന്നെയുള്ള മാധവ് സുരേഷാണ്. മാധവ് സുരേഷ് ആക്ച്വലി ഈ പടത്തിന്റെ ഒരു കോമിക് റിലീഫാണ്. പുള്ളിയുടെ ആക്ഷൻ, പുള്ളിയുടെ മാനറിസം, പുള്ളിയുടെ ഡയലോഗ് ഇതെല്ലാം നല്ല കോമിക്കലി ആളുകൾ ചിരിച്ച് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ശ്രുതി രാമകൃഷ്ണനും ദിവ്യ പിള്ള അങ്ങനെയുള്ള ചെറിയ കാസ്റ്റൊക്കെ വന്നു പോകുന്നുണ്ട്. ബൈജുവായിട്ട് തന്നെ അഭിനയിച്ചു പോകുന്നു. പടത്തിന്റെ പ്രധാന പ്രശ്നം ഇതിന്റെ സ്ക്രിപ്റ്റാണ്. കാരണം ഇതൊരു രീതിയിലും കൺവിൻസിങ് അല്ലാത്ത കുറച്ച് കാര്യം, കൺവിൻസിങ് അല്ലാതല്ല എൻഗേജിങ് അല്ലാത്ത കുറേ കാര്യങ്ങളായി 2.5 മണിക്കൂറിൽ കുറേ അനാവശ്യ സീനും അതിനിടെ 2-3 പാട്ടൊക്കെ ഇട്ട് വെറുപ്പിക്കുകയാണ്. ഒരിക്കലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ ബോറടിച്ച ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആയിരുന്നു എന്നെ സംബന്ധിച്ച് ജാനകി വി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള.